മുന്നിൽ വരുന്ന ആനയാണ് ആ മസ്തകത്തിൽ മുറിവേറ്റ ആന. അതിൻ്റെ ഒപ്പം മറ്റൊരു കൊമ്പൻ കൂടിയുണ്ട്. ഏഴാറ്റുമുഖം ഗണപതി എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏഴാറ്റുമുഖം ഗണപതിയെ അതിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ദൗത്യത്തിന് വെല്ലുവിളിയായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഒരു ആന കൂടിയുണ്ട്. സ്വാഭാവികമായും ആ കൊമ്പനെ കൂടി തുരത്തിയാൽ മാത്രമാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ഇവിടെ നിന്ന് പിടികൂടുന്നതിലേക്ക്, ദൗത്യം പൂർത്തിയാക്കുന്നതിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. സ്കെയിൻ നമ്മളെ സംബന്ധിച്ച എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് സ്കെയിൻ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. വെറ്റിലപ്പാറ പ്ലാന്റേഷന് സമീപത്തെ ചെക്ക് പോസ്റ്റിന് അടുത്താണ് ഇപ്പോൾ ആനയുള്ളത്. ചെക്ക് പോസ്റ്റിന് അരികിലേക്ക് ആന എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ആന സ്വാഭാവികമായും ഈ ചാലക്കുടി പുഴയ്ക്ക് കരെ പ്ലാന്റേഷന് നടുവിൽ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിലാണ് ആന നിലയുറപ്പിക്കാറുള്ളത്. അവിടെ ചെളിയൊക്കെ വാരിയിട്ട് ആന പകൽ സമയം അവിടെ ചിലവഴിക്കും. ഈ ചൂട് കൂടുന്ന സമയത്തെല്ലാം തന്നെ ആന അവിടെ ചിലവഴിക്കുന്നതാണ് രീതി. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ആ ആന നടന്നു വരികയാണ്. ഈ എണ്ണപ്പനത്തോട്ടത്തിലൂടെ നടന്നു വരികയാണ്. സ്ഥിരം ആനകളുടെ ഒരു കേന്ദ്രമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. രാവിലെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്ന് മയക്കുവെടി വെക്കേണ്ട ആനയാണ് ദൃശ്യത്തിൽ ഇപ്പോൾ ഉള്ളത്. ശരിക്കും മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു പരിസരത്തേക്ക് തന്നെ ആന ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ ഈ വനംവകുപ്പ് അധികൃതരൊക്കെ തന്നെ ഈ ആന അന്വേഷിച്ച് കൊടുക്കുമ്പോൾ ഈ ആന നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഈ ആനയും നമ്മളുമായിട്ട് എന്തോ ഒരു സൗഹൃദബന്ധം ഉള്ളതുപോലെയാണ്. ആന നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ആന നിൽക്കുന്ന സ്ഥലത്തേക്കോ നമ്മൾ എത്തിച്ചേരപ്പെടുകയോ ചെയ്യുന്നു. എന്തായാലും ഈ പറയുന്ന സ്ഥലത്തേക്ക് ഈ തോട്ടത്തിലേക്ക് ആന വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സൗകര്യമായി മയക്കുവെടി വെക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞു എന്നുള്ള ആശങ്കയൊക്കെ ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ആനയെ മയക്കുവെടി വെച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് സജി വീണ്ടും ചേരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ഈ ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വന്നു തുടങ്ങി. എന്താണ് യഥാർത്ഥ വിവരം? ഇപ്പോൾ ആനയെ മയക്കുവെടി ഒരു റൗണ്ട് മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്കെയിൻ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മയക്കുവെടി വെച്ച ശേഷം ആന നിലയുറപ്പിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയ്ക്ക് ഒരു റൗണ്ട് മയക്കുവെടി വെച്ചിരിക്കുന്നു. അരുൺ സക്രി അടക്കമുള്ള ഡോക്ടർമാർ ആനക്കരികിലുണ്ട്. അവർ ആനയ്ക്ക് പുറകിലായി അല്പം മാറി നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ആന മയക്കുവെടി ഏറ്റതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആന നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ തന്നെ ആന അനങ്ങാതെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അതായത് മയക്കുവെടി ഏറ്റ ശേഷം ആന മയക്കത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ. ഒരു റൗണ്ട് മയക്കുവെടി വെച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു ഡോസ് മയക്കുവെടി ആനയ്ക്ക് വച്ചിരിക്കുന്നു. കൃത്യമായി ആനയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. ആന ഒരു അരമണിക്കൂർ സമയമാണ് സ്വാഭാവികമായും ഈ മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ ഈ ആന മയങ്ങുന്നതിനൊക്കെ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അരമണിക്കൂർ സമയമാണ്. അതായത് സ്കെയിൻ മയങ്ങി തുടങ്ങി എന്ന് തോന്നുന്നു. കാരണം മറ്റ് ഒപ്പം ഉണ്ടായിരുന്ന കൊമ്പൻ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് തുമ്പിക്കൈ കൊണ്ട് തട്ടി നോക്കുന്നുണ്ട്. ആ ആനയെ തട്ടി നോക്കുന്നുണ്ട്. ദൃശ്യത്തിൽ നമുക്ക് കാണാം. നമ്മുടെ ക്ലോസ് വിഷ്വൽസ് ആണ് സ്കെയിൻ നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം ആ ഒപ്പമുള്ള കൊമ്പൻ അതിനെ തുമ്പിക്കൈ കൊണ്ട് തട്ടി നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് സ്കെയിൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആനയ്ക്ക്, അതായത് നമ്മുടെ അരികിലേക്ക് ഈ ആന വരുന്നതിന് മുൻപ് തന്നെ മയക്കുവെടി വച്ചിരുന്നു. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്.